എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപക നിയമനം എന്നും ഒരു വിവാദമായിരുന്നു. ജോസഫ് മുണ്ടശ്ശേരി മാഷ് ആദ്യത്തെ മന്ത്രിസഭയിലെ EMS മന്ത്രിസഭയിലെ 1957 EMSൻ്റെ മന്ത്രിസഭയിൽ കൊണ്ടുവന്ന വിദ്യാഭ്യാസ ബില്ലിൻ്റെയും കൂടി ഭാഗമായിട്ടാണ്. ഭൂപരിഷ്കരണ ബില്ലിനെതിരെ ശക്തമായ എതിർപ്പുണ്ടായിരുന്നുവെങ്കിലും വിദ്യാഭ്യാസ ബില്ലിനെതിരെ മാത്രമാണ്. അതായത് എയ്ഡഡ് സ്കൂളുകൾ അന്നും വളരെ ശക്തമാണ്. NSS, SNDP, MES, അതുപോലെ തന്നെ ക്രിസ്ത്യൻ സംഘടനകൾ, മിഷണറിമാർ, ഒരുപാട് പേർ എയ്ഡഡ് സ്കൂളുകൾ നടത്തിയിരുന്നു. ഇതെല്ലാം ഗവൺമെൻറ് ഏറ്റെടുക്കുന്നു, അല്ലെങ്കിൽ അവിടുത്തെ ഏറ്റെടുക്കലല്ല, അവിടുത്തെ നിയമനമൊക്കെ സർക്കാർ നടത്തും എന്നുള്ള ഒരു വിവാദം വന്നപ്പോൾ വലിയ വിവാദമായി. അങ്ങനെയാണ് വലിയ സമരമൊക്കെ നടന്ന. ആ സമരം കോൺഗ്രസും NSSും എല്ലാവരുമൊക്കെ ഏറ്റെടുത്ത് അങ്ങനെ അവസാനം ഗവൺമെൻറ് തന്നെ പുറത്തു പോകേണ്ട, ഗവൺമെൻറ്റിനെ തന്നെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് പിരിച്ചുവിടേണ്ട സ്ഥിതിയിലേക്ക് വന്നു. എന്തായാലും വീണ്ടും ഈ ചർച്ച സജീവമാകുന്നു. ഇപ്പോൾ കോടതിയുടെ മുന്നിലാണുള്ളത്. കോടതി ഇതിനെ സംബന്ധിച്ച് ഒരുപാട് വിവരങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ശിവൻകുട്ടി പറഞ്ഞത് പ്രത്യേക പരീക്ഷ എയ്ഡഡ് സ്കൂളുകളുടെ അധ്യാപക നിയമനത്തിന് വേണ്ടി നടത്തുമെന്ന് ഗവൺമെൻറ് പറഞ്ഞു. പക്ഷേ അത് മത സംഘടനകളുടെയും ജാതി സംഘടനകളുടെയും മാനേജ്മെൻറ്റിൻ്റെയൊക്കെ ശക്തമായ എതിർപ്പ് വന്നപ്പോൾ അതിനെ മാറ്റി ഇപ്പോൾ പുതിയ രൂപത്തിലേക്കാണ് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കോടതിയുടെ വിധി എന്ത് വരുമെന്ന് നമുക്കറിയില്ല. കോടതി വളരെ കൃത്യമായിട്ടാണ് ഇടപെട്ടിരിക്കുന്നത്. പക്ഷേ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ, ഇൻഫ്രാസ്ട്രക്ചറുകളൊക്കെ നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ കുറച്ച് പൈസ അവർക്ക് എവിടെ നിന്ന് കിട്ടും എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകണം, ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ആവശ്യമുണ്ട്. അത്രയും ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടെങ്കിലേ മാനേജ്മെൻറ്റ് സ്കൂൾ കൊടുക്കുകയുമുള്ളൂ. ഗവൺമെൻറ് സ്കൂൾ പോലെയല്ല, ചില പരാധീനങ്ങളുണ്ടെങ്കിൽ കൊടുക്കത്തില്ല. എയ്ഡഡ് സ്കൂളിനെല്ലാം പരിഹരിച്ചാലേ കൊടുക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇത് നടത്തിക്കൊണ്ട് പോകുക എന്നുള്ളൊരു വലിയൊരു വിഷയമാണ്, ഒരു വിവാദ വിഷയമാണ്. അതിൽ നല്ല സംവാദം നടക്കട്ടെ. എന്തായാലും വലിയ കൊള്ളയും നടക്കുന്നുണ്ട്. ഒരു +2 അധ്യാപികയായിട്ട് ഒരാൾ നിൽക്കണമെങ്കിൽ 65 ലക്ഷം രൂപ, 6500 ശമ്പള സ്കെയിലാണെങ്കിൽ 65 ലക്ഷം രൂപ അല്ലെങ്കിൽ 1 കോടി രൂപ വരെ വാങ്ങുന്ന സ്ഥാപനങ്ങളുണ്ട്. വലിയ ചതിയാണ്. അപ്പോൾ അതിനകത്ത് അതൊരു പ്രധാന പ്രശ്നം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഒരു വശത്ത് നിൽക്കുന്നു, മറുവശത്ത് ഞാൻ ഈ പറഞ്ഞ പ്രതിസന്ധിയുമുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. വരുന്ന എന്താണ് സംഭവിക്കുക എന്നറിയില്ല. എന്തായാലും എയ്ഡഡ് സ്കൂൾ അധ്യാപകരുടെ നിയമനം വലിയ പ്രതിസന്ധിയായിട്ട് തന്നെ, കീറാമുട്ടിയായി തന്നെ സർക്കാരിൻ്റെ മുന്നിൽ നിൽപ്പുണ്ട്. കോടതിയും അതിൽ ശക്തമായി ഹൈക്കോടതി ഇടപെട്ടിരിക്കുകയാണ്. വരാനിരിക്കുന്ന നാളുകളിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് തന്നെ അറിയില്ല. നമുക്ക് കാത്തിരുന്ന് കാണാം.